ചെറുവണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു വലിയൊരു വാഹനം വാങ്ങണം എന്നുള്ള ഒരു പൂതി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ വണ്ടികൾ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതിന്റെ മേലേക്ക് കുറച്ച് പൈസ ഒക്കെ കൊടുത്താൽ ബഡ്ജറ്റ് വിലയിൽ നിങ്ങൾക്ക് ഒരു 7 സീറ്റർ വണ്ടികൾ ഇവിടുന്ന് സ്വന്തമാക്കാം. ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, ഫോർച്യൂൺ ഉണ്ട്, അതുപോലെ തന്നെ ചെറുവണ്ടികളുണ്ട്, സഡാൻ വണ്ടികളുണ്ട്, SUV ടൈപ്പ് വണ്ടികളുണ്ട്. പിന്നെ റിച്ച് ടീമിന് പറ്റിയ ഓഡി, ബെൻസ്, BMW എന്നിങ്ങനെ കാറുകൾ വേറെയുണ്ട്. ടൊയോറ്റന്റെ ഇറ്റിയോസ് 2 പീസ് ഉണ്ട്, ആൾട്ടീസ് 2 പീസ് ഉണ്ട്. മാക്സിമം 2 ലക്ഷം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചെറിയ പൈസക്ക് വലിയ വാഹനങ്ങൾ കിട്ടുന്ന വലിയൊരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഞാൻ ഇന്നുള്ളത് മൊറയൂർ PMA കാർസിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്, ബിഗ് ബോസ് ആണ്. നിങ്ങളുടെ പേര്? അൻവർ. എന്തൊക്കെയാണ് അൻവർ? സുഖമായിട്ട് പോകുന്നു. കച്ചവടം എന്തുവാണ്? കച്ചവടം ഈ ചെറിയ ബഡ്ജറ്റിലൊക്കെ വലിയ വാഹനങ്ങൾ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ കുറെ വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. മാക്സിമം ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല റൈസ് കുറച്ചിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഓഫറിൽ കൊടുക്കുന്നുണ്ട്, നല്ല ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് തന്നെ. ഇവിടെ മാക്സിമം എത്ര വണ്ടികൾ ഉണ്ടാവും? ഇവിടെ ഒരു 10-40 വണ്ടികളുണ്ടാവും. 40 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും റയർ പീസ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ച് ചോദിച്ചാൽ ഡയറക്റ്റ് ഡൽഹിയിൽ നിന്ന് എടുത്ത് കൊടുക്കണം. എവിടത്തേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി ചെയ്തു ഓൾ കേരള ഡെലിവറി കൊടുക്കും. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്യും? എക്സ്ചേഞ്ച് ഉണ്ട്. എന്താ വെച്ചാൽ ഈ ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാർക്ക് ഒരു മോഹം ഉണ്ടാവും, ഇത് കൊടുത്തിട്ട് ഒരു വലിയൊരു 7 സീറ്റർ വാഹനം വാങ്ങണം എന്നുള്ളത്. അപ്പോ ഓൽക്ക് പറ്റിയ എക്സ്ചേഞ്ച് ഒക്കെ നിങ്ങൾ അതൊക്കെ ചെയ്തു കൊടുക്കും അല്ലെ? ഇത് കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ? ഇത് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ എയർപോർട്ട് ഒക്കെ കഴിഞ്ഞിട്ട് പാലക്കാട് ഭാഗത്തേക്ക് മഞ്ചേരി ഭാഗത്തേക്ക് വരുമ്പോൾ മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഈ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ അവർ പറഞ്ഞു തരും. വാട്സപ്പ് വഴി ആയിട്ട് അയച്ചു തരും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. ഇവിടെ ഒരു സിൽക്കി ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ഇന്നോവ കാറാണ്. ഇത് മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള ഒരു കളറാണ് കേട്ടോ. ഇത് മോഡൽ എങ്ങനെയാണ്? നല്ല ഡിമാൻഡുള്ള കളറാണ്. 2014 മോഡൽ, കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി. ഓക്കെ, ഇത് അടിപൊളി കണ്ടീഷനാണ്, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇത് ഓപ്ഷൻ ഏതാണ്? G4 ആണ്. G4 ആണ് അല്ലേ? ഓക്കെ. വണ്ടി വേറെ റീപ്ലേസ് മേജർ ആയിട്ടുള്ളതൊന്നുമില്ല, ചെറിയ മാറിയിട്ടുണ്ടാവും. അത് പുറത്ത് വണ്ടി ഒരുവിധം വണ്ടികളൊക്കെ മാറിയിട്ടുണ്ടാവും. മെയിൻ ക്ലാസ്. ഇത് 7,60,000 നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. 2014 ഓക്കെ, 760 കൊടുക്കും. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി. ഇവിടെ നിസാന്റെ ടെറാനോ, നിസാൻ ടെറാനോ 2013 മോഡല് 110 3,40,000 കൊടുക്കാം. 3,40,000 കൊടുക്കാം. 2013 മോഡൽ, 2013 വണ്ടി അല്ലേ? ഓക്കെ. ഇതേപോലെ തന്നെ വേറൊരു വണ്ടി, ഒരു വൈറ്റ് കളർ. ഇത് 2015 മോഡൽ 85 ആണ്. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. ഇത് നമ്മൾ 4.5 ലക്ഷത്തിന് കൊടുക്കും. 4 കൊടുക്കാം. മാക്സിമം ലോൺ കയറും. 2015 മോഡലാണ്. 2015 മോഡൽ. ഇത് 2014 മോഡൽ, 13 മോഡൽ. ഓക്കെ, കേരള നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ, എത്ര മോഡൽ? 2015 G4, 2 എയർ ബാഗ്, ABS ഒക്കെ വരുന്ന ടൈപ്പ് വണ്ടി. നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. 7,25,000 കൊടുക്കും. 7,25,000 കൊടുക്കും. കേരള നമ്പർ ആയ വണ്ടി. ഓക്കെ, 2000 എത്ര മോഡൽ? 15 മോഡൽ. വണ്ടി വേറെ റീപ്ലേസ് മേജർ ആയിട്ടൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ്, വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, എവിടെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് വർക്ക്ഷോപ്പിൽ എവിടെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇത് അത്ര പക്ക വണ്ടിയാണ്. ഇവിടെ നമുക്ക് ഒരു റെനോൾട്ട് സ്കാല. ഓക്കെ, ഇതെങ്ങനെയാണ്? 2015 മോഡൽ. കേരളത്തിലേക്ക് നമ്പർ ആയ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് 2,60,000 കൊടുക്കും. നമുക്ക് 2,60,000 കൊടുക്കും. ഡീസൽ വണ്ടിയാണ്. ഒരു 20-22 കിലോമീറ്റർ മൈലേജ് ഇട്ട നല്ലൊരു വണ്ടിയാണ്. മഴക്കാലത്തൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിൽ കിലോമീറ്റർ കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടികളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ചെറിയ പൈസക്ക് ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ എല്ലാം ഏടെ വേണമെങ്കിൽ പോവാ. റെനോൾട്ട് സ്കാലയാണ്. സണ്ണിന്റെ സെയിം ഇഞ്ചിന്റെ സെയിം പാർട്സ് ആണ്. അതെ, വണ്ടി ഉള്ളും പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഉള്ളിൽ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ, ക്വാളിറ്റി ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ ഒരു സഡാൻ വാഹനമാണ് അല്ലേ? ഒറിജിനൽ കേരള മഹീന്ദ്രന്റെ XUV KL14 റൈസിനാണ് കേട്ടോ. കാസർഗോഡ് ആരും കണ്ടെങ്കിൽ നോക്കിക്കോ. നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ് വരുന്നത്. നമ്പർ 333. ഓക്കെ, ഇത് എത്രയാണ് മോഡൽ? ഇത് 2014 മോഡൽ XUV 500 W8 കേരള, ഒറിജിനൽ കേരള വണ്ടി. 5,60,000 രൂപ കൊടുക്കാം. 5,60,000 കൊടുക്കാം. 2014 മോഡൽ. മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാം? ഇത് പ്രൊഫൈലൊക്കെ റെഡി ആണെങ്കിൽ 1,50,000 ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ്. ഓക്കെ, ഇത് എന്തൊക്കെ റീപ്ലേസ് കാര്യങ്ങൾ? മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ഇവിടെ ഒരു ജീപ്പ് കോമ്പസ് നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2017 മോഡല്. ഇത് നമ്പർ മാനുവൽ നമ്പർ മാറിയതാ? അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, മാനുവൽ വണ്ടിയാണ്. ഓപ്ഷൻ ഒക്കെ ഏതാ? ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസലാണ്. ഫുൾ ഓപ്ഷൻ അല്ല, അതിന്റെ തൊട്ട് താഴെയുള്ള. ഇത് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ വണ്ടി? ഇത് മേജർ അല്ല, ഫ്രണ്ട് ഗ്ലാസ് പൊട്ടുണ്ട്. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് 8,40,000 ചോദിക്കും. 8,40,000 ചോദിക്കുന്നുണ്ട്. വില കുറച്ചു. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ,
ഇവിടെ നമുക്കൊരു പജീറോ സ്പോട്ട് ഏത് വണ്ടിയാണ് ഇത് 2013 മോഡൽ 4x4 മാനുവൽ പജീറോ സ്പോട്ട്. ഓക്കെ. എന്ത് പാട് വണ്ടി? ഇത് HR നമ്പർ ആണ്. കേരളത്തിൽ എവിടെ NOC എടുത്തു കൊടുക്കുക. എവിടത്തേക്ക് വേണമെങ്കിൽ നമ്പർ മാറ്റി തരും. NOC എടുത്തു കൊടുക്കുക. 6 ലക്ഷം ടാക്സ്, ഏകദേശം 1 ലക്ഷം സംതിങ് ടാക്സ് വരും. NOCയിലാണ് നിങ്ങൾ കൊടുക്കുക? 6.5. NOC എവിടെ എടുത്തു കൊടുക്കുക, കേരളത്തിൽ എവിടെയൊക്കെ എടുത്തു കൊടുക്കുക. ഓക്കെ ഓക്കെ. അല്ല നിങ്ങൾ തന്നെ നമ്പർ ആക്കി കൊടുക്കില്ല? നമ്പർ ആക്കുന്ന ടാക്സ് നമ്മൾ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. അതിന് എക്സ്ട്രാ ചാർജ്. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. വീണ്ടും നമുക്ക് ഒരു ഫോർച്യൂണർ തന്നെ നോക്കാം. ഇത് വൈറ്റ് കളർ 2011 മോഡൽ. ഓക്കെ. കേരളത്തിലേക്ക് നമ്പറായ 4x4 മാനുവൽ വണ്ടി. 4x4 മാനുവൽ വണ്ടി. ഇത് നമുക്ക് 8,50,000 രൂപ കൊടുക്കാം. 8,50,000 കൊടുക്കാം. മേജർ എന്തെങ്കിലും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ക്ലാസ് ഒക്കെ മാറിയിട്ടുണ്ടോ? മെയിൻ ക്ലാസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. ഓക്കെ. അടുത്ത 2009 മോഡൽ 4x4 മാനുവൽ. പുതിയ പേപ്പർ 2030 വരെ പേപ്പർ എടുത്തിട്ട് ബ്ലാക്ക് കളറിലെ വണ്ടിയാണ്. ഇത് നമുക്ക് 8,25,000 കൊടുക്കാം. 8,25,000 കൊടുക്കാം. 2030 വരെ പേപ്പർ ടാക്സ് റിന്യൂവൽ ഒക്കെ പുതിയ ചെയ്തിട്ട് 8,25,000. ആഡംബര കാർ നമുക്ക് നോക്കാം. ടൊയോട്ട കൊറോള അൾട്ടിസ് ആണ്. ഇത് ഓൾറെഡി നമ്പർ ആയിക്കണം. കേരള നമ്പർ ആയ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 2014 മോഡൽ G ഓപ്ഷൻ ആണ്, ഡീസൽ ആണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് നമ്മൾ 5,20,000 കൊടുക്കാം. 5,000 കൊടുക്കാം. ഇവിടെ വരികയാണെങ്കിൽ ചോദിക്കുന്ന വില അല്ല കേട്ടോ, എന്തെങ്കിലും റേറ്റ് കുറച്ച് കൊടുക്കും. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഹോണ്ടന്റെ അക്വാഡ. ഇത് എങ്ങനെയാണ്? 2010 മോഡൽ കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. പുതിയ 2030 വരെ പേപ്പർ ഉണ്ട്. ഇതിന്റെ തന്നെ വേറൊരു ഓട്ടോമാറ്റിക് വണ്ടി നമ്മുടെ അടുത്ത് വരുന്നത് ടച്ചപ്പിലാണ്, പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് 2010 പുതിയ പേപ്പർ എടുത്ത വണ്ടി നമ്മൾ 2,65,000 കൊടുക്കാം. 2,60,000 കൊടുക്കും അല്ല, ഒരു സടാ വണ്ടിയാണ് കേട്ടോ. യുവാക്കൾക്കൊക്കെ കൊണ്ടെടുക്കാൻ പറ്റിയ ആൾട്രേഷൻ ചെയ്യാനൊക്കെ. അതെ, ഈ ചെക്കന്മാർക്കൊക്കെ കുറച്ചും കൂടി ഇപ്പൊ ഓൾറെഡി ആലോചിച്ച് കാര്യങ്ങളൊക്കെ. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ അല്ല, അതിന്റെ താഴെ ഓപ്ഷൻ. ഒന്നും കൂടി ഇതിന് എക്സ്ട്രാ ഫിറ്റ് ഒക്കെ കയറ്റിയാൽ നല്ല രസമുണ്ടാവും. ആൾട്രേഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയ വണ്ടി. ഓക്കെ. ഇത് ഡീസൽ പെട്രോൾ വണ്ടിയല്ലേ? മൈലേജ് ഉണ്ടാവും. മൈലേജ് കുറവായിരിക്കും. ഒരു കളിക്കാൻ പറ്റിയ വണ്ടിയല്ലേ? അതെ അതെ. ഓക്കെ. ബെൻസ് E250 ആണ്. ഇത് എങ്ങനെയാണ്? 2010 മോഡൽ കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. പുതിയ 2030 വരെ പേപ്പർ എടുത്തിട്ട് സൺറൂഫ് ഡീസലാണ് വണ്ടി. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി നമ്മൾ കൊടുക്കണേ ഒരു 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ പുതിയ പേപ്പർ എടുത്തിട്ട് 2030 വരെ പേപ്പർ എടുത്തിട്ട് 6 ലക്ഷത്തിന് കൊടുക്കാം. ടൊയോട്ടന്റെ ഇറ്റിയോസ് നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് മോഡൽ? 2012 മോഡൽ ഒറിജിനൽ കേരള ഡീസലാണ്. GD ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള ഡീസലാണ്. GD ഓപ്ഷൻ ആണ്. GD ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? ഇത് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഇത് മേജർ അല്ല, ചെറിയ മൈനർ 12 മോഡൽ അല്ലേ? ഓക്കെ. വണ്ടി മെക്കാനിക് പരമായിട്ട് കുഴപ്പമൊന്നുമില്ല. ഫുൾ വർഷോപ്പിലെ കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എവിടെ കൊണ്ട് ചെക്ക് ചെയ്യാം? 12 ഒറിജിനൽ കേരള വണ്ടി നമ്മൾ ചോദിക്കുന്നത് 3,20,000 ആണ്. 3,25,000 ചോദിക്കുന്നത്. വില പിന്നെയും കുറച്ച് 3,20,000 കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ പൈസക്ക് വേണ്ടി. ഇത് ചെറിയൊരു ആക്സിഡന്റ് റീപ്ലേസ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ്, അതുകൊണ്ട് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറിയ പൈസ കൊടുക്കല. 2015 മോഡൽ 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ റീപ്ലേസ്മെന്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 2 ലക്ഷത്തിൽ. മേജർ തട്ടിയതാ? ചെറിയ കുഴപ്പമില്ലാത്ത തട്ടുണ്ട്. നമ്മളുള്ള പോലെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണേ. ആക്സിഡന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം. അല്ല, അത് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നമ്മളോടുള്ള ഒരു. അതെ, ഇത് മാർക്കറ്റ് 2015 2,300 മാർക്കറ്റ് ഉണ്ട്. ഇതിന് ആക്സിഡന്റ് ആയതുകൊണ്ട് നമ്മൾ 2 ലക്ഷത്തിന് കൊടുക്കും. 2 ലക്ഷത്തിന് കൊടുക്കും. അബ്രോണ് പ്രശ്നമില്ല. റൂഫിന് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു. മെയിൻ ക്ലാസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അബ്രോണ് പ്രശ്നമില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോട്ടോ. ശരി. ചെറിയ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു റിഡ്ജ് കാർ അല്ല? 2011 മോഡൽ. എത്രയാണ്? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് നമുക്ക് 1,85,000 കൊടുക്കാം. ഇത് ഡീസൽ വണ്ടി. ഡീസൽ VDI ഓപ്ഷൻ വരുന്ന VDI ആണ്. 1,75 കൊടുക്കാം. 1,85 കൊടുക്കാം. 2013 മോഡൽ Audi Q3 വിത്ത് പനോരമിക് റൂഫുള്ള കേരളത്തിലേക്ക് നമ്പർ ആയ സെക്കൻഡ് ഓണർ വാഹനം. ഓക്കെ. 8,50,000 കൊടുക്കാം. 8,50 കൊടുക്കാം. എന്തെങ്കിലും വില കുറച്ച് കൊടുക്കും. ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് അല്ല? ഇത് മോഡൽ എത്രയാണ്? ഇത് 2017 മോഡൽ PY നമ്പർ ആണ്. ഓക്കെ. ഇവിടെ PY ആണെങ്കിൽ നമുക്ക് അവരുടെ പേരിൽ മാറ്റി കൊടുക്കാം. വിത്ത് ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നമുക്ക് ഇത് ചോദിക്കണത് 23 ലക്ഷമാണ്. 23 ലക്ഷം വില ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം പൊട്ടിച്ചു കൊടുക്കും. 2017 ലെജൻഡർ കിറ്റ് കയറ്റി വണ്ടി, 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്തിരിക്കണം? ലെജൻഡർ കിറ്റ് കയറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല. അതെ. ഇത് നമ്പർ ഏത് ജില്ലക്ക് വേണമെങ്കിൽ ആക്കി കൊടുക്കാം. PY നമ്പർ ആണ്. ഞാൻ NOC എടുക്കണമെങ്കിൽ NOC എടുത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3-3.25 ലക്ഷം ടാക്സ് അടക്കേണ്ടി വരും. ഏത് ജില്ലക്ക് എടുക്കും നമ്പർ ആക്കി കൊടുക്കാം. ഞാൻ NOC എടുത്ത് കൊടുക്കാം. NOCയിലുള്ള റേറ്റ് ആണ് 23. നമ്പർ ആക്കാൻ ഏകദേശം ഒരു 3 ലക്ഷം വരും. ഓക്കെ. PY ആയതുകൊണ്ട് PYയിൽ വേണമെങ്കിൽ അവരുടെ പേരിൽ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ പിന്നെ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കോട്ടോ. ഇവിടെ നമുക്ക് വീണ്ടും ഒരു ഫോർച്യൂണർ നോക്കാം. ഇത് എങ്ങനെയാണ്? ഇത് 2014 മോഡൽ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് തേർഡ് ഓണർ. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഫ്രണ്ട്. ഹെഡ്ലൈറ്റ്
ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടൈൽ എക്സ്ട്രാ ഫിറ്റിംഗ് കുറെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ കിലോമീറ്റർ ജെനുവിൻ ആണെന്ന് പറയുന്നത് പുറത്തെ വണ്ടിയാണ്, ജെനുവിൻ ആയിട്ട് നമ്മൾ ഉറപ്പ് പറയുന്നില്ല. ഇതില് 1 സംതിങ് ആ കാണിക്കുന്നത്. ഈ എഞ്ചിന് കാര്യങ്ങളൊക്കെ ഗിയർ ബോക്സ് എന്തെങ്കിലും മേജർ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി വേണമെങ്കിൽ കമ്പനിയിൽ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യട്ടോ. ഇവിടെയുള്ള വണ്ടികൾ എവിടെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി അല്ല. ഇത് 2014 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് തേർഡ് ഓണർ വണ്ടി. ഇത് നമ്മൾ 13.5 ലക്ഷത്തിന് കൊടുക്കാം. 13.5 കൊടുക്കാം. കേരള നമ്പർ ആയ വണ്ടിയാണ്. ഇത് ഓൾറെഡി നമ്പർ ആയതാണ്. നമ്പർ ആയ വണ്ടിയാണ്. വില ചോദിക്കണതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വില പിന്നെയും പൊട്ടിച്ചു തരും കേട്ടോ. ഒരു വണ്ടിയും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയുടെ താഴെ മൂപ്പര് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. പിന്നെ ഏതെങ്കിലും റയർ പീസ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചു കഴിഞ്ഞാൽ മൂപ്പര് അത് സെറ്റാക്കി തരും. ഇവിടെ ഇല്ലാത്ത വണ്ടികൾ കേട്ടോ. ഇത് 2016 മോഡൽ ഓഡി Q3. 2016 മോഡൽ ഓഡി Q3 ആണ്. അതെ, MH നമ്പർ ആണ്. വിത്ത് NOC 9.5 ലക്ഷത്തിന് കൊടുക്കാം. ഓക്കെ, നമ്പർ ആക്കിയിട്ടാ അല്ലെങ്കിൽ NOC നമ്പർ ആക്കാൻ 3-3.5 ലക്ഷം എക്സ്ട്രാ വരും. വേണ്ടി വരും അല്ലേ. സൺറൂഫ്, പനോരമിക് റൂഫ്, ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, ഇത് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. ഇതിലൊക്കെ മൈലേജ് കൂടുതൽ കിട്ടൂല. മൈലേജ് ഒരു 12 ലെവലൊക്കെ കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ആവശ്യമാണെങ്കിൽ നോക്കിക്കോളി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. ഓക്കെ, ബൈ.